ഒരു മൂർഖനുണ്ടാവേ ഞാൻ ഫീസ് ഒന്നും വെക്കാൻ കുറച്ചില്ലല്ലോ ഫീസ് ഒക്കെ റേറ്റ് ചങ്ങായിമാരെ ഒരു വെറൈറ്റി കിടിലം കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടാണെങ്കിൽ മലബാറിലെ ഒരു A ക്ലാസ് അപ്സ്റ്റെയർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിലാട്ടോ ഓക്കെ അല്ലേ. ഈ വീടിൻ്റെ ഏകദേശം 99% വർക്ക് തീർന്നുണ്ട്. 1% വർക്ക് കൂടെ ബാക്കിയുണ്ട്. അതിന് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ക്ലൈൻറ്റിന് തീർത്ത് കൊടുക്കും ചെയ്യും. ആ വർക്കാണ് ഈ സംഭവം. ഓക്കെ, ഒരു വലിയ വട്ടക്കിണറാണ് ഈ കാണുന്നത്. പിന്നെ വീടിൻ്റെ കോലം നോക്കിയാൽ ഏതാ ലെവൽ എന്ന് പറയുക. വീടിൻ്റെ ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ വരെ ഉണ്ട്. വീടിൻ്റെ മുറ്റത്തുണ്ടല്ലോ 2 കരിങ്കല്ലിൻ്റെ സ്റ്റോൺ ഒട്ടിച്ചിട്ടുണ്ട്. ഇറങ്ങി വരുന്നിടത്ത് മൊത്തം കോബിൾ സ്റ്റോൺ. അതൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇവിടെ ചെയ്യാനുള്ള വർക്ക് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ കിണറുണ്ടല്ലോ ശരിക്കും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹാഫ് സ്ലാബൊക്കെ ഇട്ടുകൊണ്ട് മൂടാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലൈൻറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കിണർ ഇങ്ങനെ തന്നെ നിലനിർത്താനുള്ള ഒരു പ്ലാനിങ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് ഈ കാട് മൊത്തം ക്ലീൻ ആക്കണം. കിണറ്റിൻ്റെ അടിയിൽ നല്ല വെള്ളം ഉണ്ട്, വെള്ളം കേടെത്താൻ പാടില്ല. ഇതൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ട് സ്റ്റേജ് കെട്ടി 3 പടവ് തേച്ച് സെറ്റപ്പ് ആക്കണം. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഫുൾ സെറ്റപ്പ് വിഷ്വൽസാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഓക്കെ, കൂടെ പോരുക. പുല്ല് കേടെത്താൻ പാടില്ല കേട്ടോ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ പൊന്തി നിൽക്കുന്ന പുല്ലില്ലേ അതൊന്ന് മാത്രം പറിച്ച് പുറത്ത് കൊടുക്കുക. അപ്പോൾ റൂട്ട് ക്ലിയർ ആവുള്ളൂ. ഇതിൻ്റെ അടിയിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഫുള്ളാണ്ട് വരത്തി വിത്തേക്കാൻ മതി. അപ്പം അയക്കാൻ വീകുള്ളൂ, വളർത്തി പോകില്ല. അതല്ലേ വണ്ടി കൂടുതൽ ഈ ഭാഗത്താണ് അറിയാം. ഇവിടെ ചെറിയൊരു പടവുണ്ടെന്ന് അറിയാം. ഒന്നും കൂടെ അരയ്ക്കണി ഓക്കെ അല്ലേ. ഒന്നും കൂടെ അരയ്ക്ക്. ഓക്കെ, ഇത് മണ്ണാട്ടോ. ഇവിടെ നിന്നിട്ട് മണ്ണാണേ. ഇനി എന്താ വണ്ടി വെച്ചാല് എനിക്ക് പിടിക്കാനൊരു കാര്യം കുഴപ്പമുണ്ട്. ഇതിന്റെ ഈ കെട്ടിക്കണ എങ്ങനെയാണെന്ന് അറിയോ? മണ്ണുമെന്നാണ്. ശ്രദ്ധിക്കണം. ഇനി എട്ടിയുടെ കാര്യം പറയുന്നത് ഈ തുഞ്ചാരെ പിടിച്ചില്ലേ നല്ല ഉള്ളിക്ക് വേര് കയറിക്കണ അറിയാം. ഓക്കെ, നമുക്ക് ഏറ്റവും അടിയിൽ എന്ത് ചെയ്യുന്ന സ്റ്റേജ് കെട്ടാം. അപ്പൊ എന്താ ലാഭം അറിയോ? എല്ലാ പടവും സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. മറ്റേ അടിയൊക്കെ പുല്ലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേജ് ഇവിടെ കെട്ടിയാൽ മതി. ഇറങ്ങട്ടെ വർത്താനമാണോ പണിയുമാണോ? അഭിപ്രായം പറയാം. ഇതൊക്കെ പക്കാണ് ആള് കണ്ട പരിപാടിയോടാണ് ഒക്കെ സെറ്റാണ് ഇവിടെ. ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഐറ്റമിന്റെ കമ്പി അടിക്കണ അടിച്ചോ. ഇവിടെയും കൊടുക്ക അടിച്ച് ഉള്ളിൽ കണ്ട് കയറണം. ഇതാ കമ്പി എടുത്തു. കാറ് കയറ്റ നേരെ എങ്ങനെയുണ്ട് വെച്ചിട്ട് ഇതാ അടിക്കണ. അയ്യോ എടുക്കണ പണി എവിടാണെങ്കിലും 5 മിനിറ്റ് നേരം വൈകോട്ടെ പക്കാ സേഫ്റ്റിയിൽ എടുത്താൽ മതി. ഇന്ന് നമ്മളെ മുതലാളി പറഞ്ഞ കാര്യമുണ്ട്. സേഫ്റ്റി ഇല്ലാതെ ഇതിൻ്റെ പെരയിൽ പണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വർക്ക് ഏൽക്കണ്ട വരണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അടി കണ്ട് കുടുങ്ങുമ്പോൾ ഉള്ളിൽ കണ്ട് പോകണം. സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യണം. എങ്ങനെ വെച്ചാൽ വലിയ മുട്ടിൻ്റെ ഒരു കഷ്ണം എന്താ ഇവിടെ തൊട്ട് അവിടെ വരെ ഇട്ട്, പിന്നെ ഒരു കഷ്ണം അവിടെ തൊട്ട് ഇവിടെ വരെ ഇട്ട്, അതിൻ്റെ മുകളിൽ 3 കഷ്ണം ഇട്ടുകൊണ്ടാണ് കെട്ടിയിട്ടുണ്ട്. അപ്പം ഈ കമ്പി മസ്റ്റാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ് കൂടുമ്പം എവിടെയെങ്കിലും ഒരു കോണിൽ ഇത് മണ്ണ് ഇടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടി മറിഞ്ഞ് കിണറ്റ് പോവും. ആ സമയത്ത് നമ്മളെ തല അവിടെ വരുത്. പിന്നെ ഐറ്റമിൻ്റെ കമ്പി പീസ് ഉണ്ടെങ്കിലേ പിസ്കപ്പനെ കാണിക്കണം കേട്ടോ. ഉള്ള എടുത്തോളി. അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റൊക്കെ വെക്കാനാണ് ഗ്യാപ്പിൽ. ചുമരെന്ന് പറഞ്ഞാൽ വളവാ. പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ഏത് കളിയും കളിക്കാം. ഇവിടെ പറ്റൂല. കെട്ടൊക്കെയാണ് ഏതാ കെട്ട്. ഇതൊക്കെ കാണാത്ത എത്രമാതിരി ആൾക്കാരുണ്ടെന്ന് ദുനിയാവിൽ. യൂറോപ്പിലും അന്റാർട്ടിക്കയിലൊക്കെ നമ്മൾ നല്ല ജോലി കിട്ടി പോയോണ്ട് മാത്രം കാര്യമുണ്ടോ? ഇങ്ങനത്തെ സംഭവങ്ങൾ കാണണ്ടേ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, യൂട്യൂബിലും കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ രക്ഷയില്ലാത്തൊരു പണിയായി പോയി. വല്ലാത്ത ജീവൻ പണയം വെച്ചുള്ള പണികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അട്ടച്ചട്ട ചട്ട കൊണ്ടുവന്ന് ഈ മൂലയിൽ കിട്ടും. ഒരിക്കലും സാധനം അടിക്ക് ഇടിയാൻ പാടില്ല. കാരണം നല്ല ചണ്ടി വരുത്തി വെയിറ്റ് ഗുഹകളാണ്. ഈ ഇതിന്റെ മുകളില് ഈ ഡാൻസ് കളിച്ചോ ഒരു പേടി പഠിക്കണ്ട. നമ്മൾ മൊത്തം കവർ ചെയ്ത ആവുന്ന അറിയോ? എന്താണെങ്കിൽ നമുക്ക് വാരാൻ പോകണ്ടോ? ഏതാ ഓക്കെ ക്യാപ്റ്റൻ
നീ എന്ത് പണിയും ചായ കുടിച്ചതിന്റെ മാത്രം പാത്ത് കേട്ടോ. യെസ് യെസ് യെസ്. അവിടെ മൂക്കനുണ്ടാ നീ മണ്ണ ആർമിയിലെ പണിയാ, പക്ക ആർമിയിലെ പണിയാ. ഇവിടെ നമ്മളെ മലയാളി മൂപ്പര് ആർമിക്കാരൻ അതേ സ്റ്റൈലാ. ഞങ്ങള് ആർമിക്കാരൻ അതേപോലെ പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ആർമിക്കാരൻ അതേ ബോഡി എന്ന് പറഞ്ഞിട്ട് അതിന് മൂപ്പർക്ക് എതിർപ്പൊന്നുമില്ല. മൂപ്പര് അതേപോലെ തന്നെയാണ്. ആഫ്റ്റർ കാന കിണറിന്റെ അടിയത്തെ പ്ലാറ്റ്ഫോം സെറ്റാക്കി കെട്ടിയിട്ടുണ്ട്. കഞ്ഞി കുടിക്കൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടകമത്ത മൊത്തം പുല്ല് വരുത്തിക്കാണ്ട് നിലത്തേക്ക് തള്ളിയിടുക. ഇങ്ങിട്ട് എന്തേ ഉള്ളൂ, തേക്കാനുള്ള സ്റ്റേജ് ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ എന്താണ് പണി വെച്ചാല് പുല്ല് പറിക്കല്. എത്ര മാല തീരും? ഒറ്റ മാലിട്ടോ. നേർമക്ക് പോറ്റ നേർമക്ക് നൂറ്റി നൂല് നൂറ്റി നൂല്. ഈ കിണറിന്റെ അൽമാറിന്റെ മുകളിൽ വെക്കണ ബലങ്ങ എങ്ങനെ വെക്കണം എന്നറിയോ? താഴത്ത് എങ്ങനെയാണോ വരുന്നത് ആ ലെവലിലെ മുകളിൽ വെക്കാൻ പാടുള്ളൂ. എന്റെ അഭിപ്രായത്തില് അവിടെ ചെറിയൊരു കോൺക്രീറ്റിന്റെ കഷ്ടുണ്ട്, അപ്പൊ പൊട്ടൂല. അപ്പൊ ഒന്ന് ഇങ്ങനെയും വെക്കാം, ഒന്ന് ഇങ്ങനെയും വെക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ടോപ്പിൽ അതേപോലെ വന്നോട്ടെ. 4 10 കയർ നോക്കി കെട്ടിയാ പോലെ ഒന്നും ആവൂല. അപ്പൊ എന്താ പറയുക, ഒരൊറ്റ സ്റ്റേജിൽ വന്ന് ആ 3 പടവ് തേക്കാനും പറ്റും. 2 ഭാഗത്തും കെട്ടാണ്. അയ്യോ കാരണല്ലേ നിങ്ങളെ പെരയിലെ ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചാലയത്ത് നിന്ന് വേപ്പൂരിനൊക്കെ ഉള്ള കെട്ട് അവിടുത്തെ സ്രാങ്കുകളെ കെട്ട് കട എടുത്തിക്കുക. കലാസി കെട്ട് 1-1 2-1 4-1 6-4. നിങ്ങൾ ഒരുപാട് സ്കൂളിൽ പോയിണ്ടാവും, പക്ഷെ ഈ കെട്ടിനെ പറ്റിയൊന്നും അവിടെ പഠിപ്പിച്ചായിരുന്നു. ഇവിടെ എനിക്ക് തേക്കാൻ പോലും. അയ്യോ ഫീസൊന്നും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ റേറ്റ് ചുമരിൽ ഗ്രൗട്ടിന്റെ വെള്ളം അടിക്കുന്നത് സ്ട്രോങ് ആണ്. അപ്പൊ ബക്കറ്റിലേക്ക് ഏകദേശം ഒരു 2 ഇഞ്ച് കനത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നോക്കിയാ ആ കൂട്ടി കുമ്മാരി കിട്ടാം. കൂട്ടി കുമ്മാരിക്കിട് അയ്യോ 1 2 3 കൊത്തി പോരാ ഒന്നും പോരാ. അയ്യോ അത് കേട്ടോ. ഇനി എന്തെന്നറിയോ, സിമെന്റ് എടുത്തുകാണ്ട് നേരെ അയക്കണ്ടിട്ട് 1 2 ഒരു 3. ഇപ്പം എന്തായെന്നറിയോ, ഒക്കെ സ്ട്രോങ് ഉണ്ടെങ്കിൽ ഇതാണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ. ചുമരൊക്കെ നല്ല മഴ കൊണ്ട് നനഞ്ഞ് കടിക്കണേ. അതുകൊണ്ട് എന്തിൻ്റെ ആവശ്യമില്ല, നനയ്ക്കേണ്ട ആവശ്യമില്ല. അടി ലെഫ്റ്റ് പോട്ടെ. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ പല വിധാണ്. ടേപ്പ് ഉണ്ട്, പടവുണ്ട്, ഇന്റർലോക്ക് ഉണ്ട്, ടൈല് വിരിക്കലുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താ കൂലിപ്പണിയാണ്. പല പണികൾ പല ടൈപ്പിൽ പല കോലത്തിൽ പല സെറ്റപ്പിലാണ് ചെയ്യുന്നത്. അങ്ങനെ പാത്തുള്ളാണിത് വടിയിടുക എന്ന് പറഞ്ഞ ഒരു കലയാണ്. അത് കുതിരളിച്ച് കൊലപാതകമാക്കാൻ പാടില്ലല്ലേ. വളഞ്ഞ ചുമരുമ്പനെ 4 വീതിയുള്ള ചിന്ന പലകെട്ടുകാണ്ടാണ് റൗണ്ടാക്കി മാറ്റുന്നത്. കട്ടയത്തിന്റെ കല താൽക്കാലികം ഇപ്പം കാണും. അതെന്തുകൊണ്ടാണ് കട്ടയം കൊണ്ട് തേച്ചാൽ കൈക്കോട്ടിന്റെ കല കാണൂല. അതന്നെയാണ് അതിന്റെ ഉത്തരം. പിന്നെന്ന് പറഞ്ഞാൽ ഡബിൾ കോട്ട് ഗ്രൗട്ട് അതിന്റെ മുകളിൽ വരുമ്പോ സംഭവം ഫുള്ള് സെറ്റ് ആവും. നിങ്ങൾ ഇപ്പൊ നോക്കണ്ട, പണി ഫിനിഷിംഗാണ് കായ്. സ്റ്റാർട്ടിങ്ങിനല്ല കായ്, ഫിനിഷിങ്ങിനാണ് കായ്. ഡബിൾ കോട്ടാണ് അടിച്ചോട്ടുണ്ടോ അവിടേക്ക്. നമുക്ക് വേണമെങ്കിൽ ബ്രഷ് കൊണ്ട് നൈസ് ഔട്ട് ഉണ്ടാക്കിയാണ്ടൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങളെ കണ്ണിൽ പോയിടാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ട് ഒഴിച്ചിട്ട് ഒരൊറ്റ വലിയ എനിക്ക് പഠിക്കണടാ. മാത്രല്ല പവർ മരുന്നല്ലേ. കറക്റ്റ് അളവാട്ടെ വർക്ക് ഫിനിഷിംഗ് ലെവലിൽ എത്തി തുടങ്ങി. ഓക്കെ
റെഡി. എനിക്കെന്താ വണ്ടി എന്നറിയോ? ആ ബ്രഷും ആ വെള്ളം കൊണ്ടാ. നിങ്ങളിങ്ങനെ അടിച്ചു പോയിക്കോളി, ഞാൻ ഫിനിഷ് ചെയ്ത് തരാം. ഓക്കെ. ഗ്രൗട്ട് ചുമരിൽ അടിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം പാടുകളുണ്ടാവും. ആ പാടിനെ ഒതുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടയിൽ ഇതേപോലെ വെള്ളം എടുത്തുകൊണ്ട് ബ്രഷ് അതിൽ മുക്കിയ നല്ലപോലെ ഒന്ന് കൊടിയുക. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഇങ്ങനെ വലിച്ചു കൊടുക്കുക. പോരാ. ഈ വലിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാ പാടും കൊണ്ട് പോയി കിട്ടും. അതാണ് ഫിനിഷിങ് വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാളെ വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും ഒരു കാര്യം പോലും മനസ്സിലാവില്ല. ഓക്കെ. ആ ലെവലിൽ ഇതാ ഫിനിഷിങ് വർക്ക് നടന്നുകൊണ്ട് കേട്ടോ. ഓക്കെ. ഒന്നും പൊട്ടിച്ചില്ല. ഏതാ നമ്മളെ വർക്കേഴ്സിന് ഓക്കെ. ഓക്കെ. മാറിക്കേ. പിന്നെ ഏതൊക്കെയുള്ളതാ? എത്ര ഏതൊക്കെ കടികളുള്ള? ഓക്കെ. ഒരു തുന്നി പിടിക്കുക. ഇന്നലെ കമ്പിയുടെ മോട്ടർ നോക്കട്ടോ. ഇതാ ഡേഞ്ചർ. ഇതെന്താ ചെയ്യണമെന്നറിയോ? ഇത് നമ്മൾ ചുരുക്കാൻ വേണ്ടി പോവാ. ചുരുക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇതിങ്ങനെ കോണാക്കിട്ട് നിന്ന് എങ്ങനെ പ്രശ്നമാണ്? നമുക്ക് തൂക്കി ഇവിടെ നോക്കും. ഊരി പോരും തോന്നുന്നത്. ഊരി പോരില്ലെങ്കിൽ മാത്രമേ നമ്മൾ കയറിയിട്ട് കൊതിച്ചാൽ മതി. ഓക്കെ. അതിലായിട്ട് കൊതി വയ്ക്കാം. കുറച്ച് തൂക്കേ. നോക്ക്. അയ്യോ. ആ അരികട്ടെ. പൈപ്പ് വിട്ടൂല. കയറുണ്ടല്ലോ. ടൈമിലെ പണി കഴിഞ്ഞാൽ കിണറ്റിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു 10 വട്ടം കയറിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. കാരണമല്ല ഓക്കെ. ഇനി എന്താ അറിയോ? ഒരു ഭാഗത്തേക്ക് തൂക്കുക. അജിഷാന്റെ ഭാഗത്തേക്ക് തൂക്കണ നോക്കിക്കോ. അല്ലെങ്കിൽ അവിടെ പൊന്തിക്കുക. നമുക്ക് ഒന്നേ ഊരായി. വല്ല നമുക്ക് കയറ്റേക്ക്. ഇനി അജ്മലേ ആ കാർ അവിടെ പിടിച്ച് അവിടെ ഊരിക്കാളെ പിടിച്ചോണ്ട് ചേട്ടാ ഞാൻ വരി. മൊത്തം പൊത്തി. ആ കല്ല് പറ്റി ഏത് മണ്ടനാണ് ഉണ്ടായിട്ടില്ലേ? ഒരു പലകം ഇരിക്കാലേ. അതുപോലെ ആ പലകെടുത്താ ആവശ്യമുണ്ടോ? ചെറുപ്പം